ഇന്ത്യയുടെ സമീപകാല അതിർത്തി കടന്നുള്ള ഓപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസ്ഹർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ താവളം കൃത്യമായി തകർക്കാനായതാണ്. ഭീകരവാദികൾക്ക് നേരെയുള്ള അളന്നുമുറിച്ചുള്ള ആക്രമണം ബഹവൽപൂരിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കി പാകിസ്ഥാൻ സംരക്ഷിച്ചിരുന്ന ഭീകര കോട്ട തച്ച് തകർത്തത് ഇന്ത്യയുടെ ബ്രഹ്മോസ് ആയിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഉപയോഗിച്ച ആയുധങ്ങളെ പറ്റി വ്യക്തമായ വിവരങ്ങളൊന്നും സൈന്യം പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളവയുടെ ആഘാതം പാകിസ്ഥാൻ അറിഞ്ഞതായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിരുന്നു. ബ്രഹ്മോസ് ഒരു ദീർഘദൂര റാംജെറ്റ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈലിലൊന്നാണ് ഇത് എന്നാണ് അറിയപ്പെടുന്നത്. അന്തർവാഹിനികൾ, കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന പൈലറ്റ് ഇല്ലാത്ത വിമാനം പോലെയാണ് ബ്രഹ്മോസ്. ഏകദേശം 2.8 മാക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഇതിന് 300 മുതൽ 800 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ NPOയും ചേർന്നാണ്. ഇവർ ഒരുമിച്ച് ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്ന സംയുക്ത സംരംഭം രൂപീകരിച്ചു. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര, റഷ്യയിലെ മോസ്കവ എന്നീ 2 നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം ലഭിച്ചത്. ബ്രഹ്മോസ് ഒരു 2 സ്റ്റേജ് മിസൈലാണ്. ഇതിന് ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു ബൂസ്റ്റർ എഞ്ചിനും ദ്രാവക റാംജെറ്റ് എഞ്ചിനുമുണ്ട്. മിസൈലിന്റെ ആദ്യഘട്ടം അതിനെ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സൂപ്പർസോണിക് വേഗതയിലേക്ക് എത്തിക്കുകയും പിന്നീട് വേർപെടുകയും ചെയ്യുന്നു. തുടർന്ന് ദ്രാവക റാംജെറ്റ് എഞ്ചിൻ പ്രവർത്തിച്ച് മിസൈലിനെ അതിന്റെ ക്രൂയിസ് ഘട്ടത്തിൽ ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയിൽ മുന്നോട്ട് നയിക്കുന്നു. ദ്രാവക റാംജെറ്റ് എന്നത് എയർ ബ്രീത്തിങ് ജെറ്റ് എഞ്ചിനാണ്. ഇതിൽ ദ്രാവക ഇന്ധനം ജ്വലിപ്പിച്ച് ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. വിക്ഷേപിച്ച ശേഷം കൂടുതൽ നിയന്ത്രണമോ ഇൻപുട്ടുകളോ ആവശ്യമില്ലാത്ത ഗൈഡഡ് ആയുധങ്ങളാണ്. ബ്രഹ്മോസിന്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിക്ക് കാരണം അതിന്റെ ചെറിയ രൂപകൽപ്പനയും പ്രത്യേക വസ്തുക്കളുടെ ഉപയോഗവും കാരണം വളരെ കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ ആണ്. ഇതിന് 15 കിലോമീറ്റർ വരെ ഉയരത്തിലും 10 മീറ്റർ വരെ താഴ്ന്ന ഉയരത്തിലും സഞ്ചരിച്ച് ലക്ഷ്യത്തിൽ ആഘാതമേൽപ്പിക്കാൻ കഴിയും എന്നതാണ് ശ്രദ്ധേയം. ബ്രഹ്മോസ് പോലുള്ള ക്രൂയിസ് മിസൈലുകൾ സ്റ്റാൻഡ് ഓഫ് റേഞ്ച് വെപ്പൺസ് എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഇത് ആക്രമിക്കുന്നയാൾക്ക് പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ദൂരത്തിൽ നിന്ന് തൊടുക്കാൻ സാധിക്കുന്ന ആയുധങ്ങളാണ്. നിലവിൽ പരീക്ഷണം നടത്തുന്ന ബ്രഹ്മോസിന്റെ പുതിയ പതിപ്പുകൾക്ക് 350 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഭാവിയിൽ 800 കിലോമീറ്റർ വരെ ദൂരപരിധിയും ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയും കൈവരിക്കാൻ ശേഷിയുള്ള പതിപ്പുകളും വികസിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. ശബ്ദത്തെക്കാൾ കുറഞ്ഞ വേഗതയുള്ള ക്രൂയിസ് മിസൈലുകളെ അപേക്ഷിച്ച് ബ്രഹ്മോസിന് 3 ഇരട്ടി വേഗതയും 2.5 മടങ്ങ് ദൂരപരിധിയും ഉയർന്ന സീക്കർ ദൂരവുമുണ്ട്. ഇത് ഉയർന്ന കൃത്യതയും 9 മടങ്ങ് കൂടുതൽ ഗതികോർജവും നൽകുന്നു എന്നാണ് പറയുന്നത്. ജലത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 50 മീറ്റർ താഴെ നിന്നും ബ്രഹ്മോസ് വിക്ഷേപിക്കാൻ കഴിയും. അതായത് അന്തർവാഹിനി കപ്പലുകളിൽ നിന്നും ബ്രഹ്മോസ് ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടാൻ കഴിയും. കാനിസ്റ്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈൽ അന്തർവാഹിനിയുടെ പ്രഷർ ഹള്ളിൽ നിന്ന് ലംബമായി വിക്ഷേപിക്കുകയും വെള്ളത്തിനടിയിലും പുറത്തും വ്യത്യസ്ത ക്രമീകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ പതിപ്പ് 2013 മാർച്ചിൽ വിശാഖപട്ടണത്തിന് സമീപം ഒരു അന്തർവാഹിനിയിൽ നിന്ന് ആദ്യമായി വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യ.